ഹലോ കൂട്ടുകാരെ, ഇന്നൊരു കിഡിലായിട്ടായിട്ടോ വന്നിരിക്കുന്നത്. എണ്ണയിൽ മുക്കി പൊരിക്കാത്ത ഒരു ഐറ്റം. ഓക്കെ, ആദ്യം നമുക്കൊരു മാവ് തയ്യാറാക്കാം. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് വയ്ക്കുക. മൈദയിട്ടോ ഉണ്ടാക്കുന്നത്. വെള്ളവും പഞ്ചസാരയും ഉപ്പും ആഡ് ചെയ്ത് നല്ലൊരു മാവ് റെഡിയാക്കി എടുക്കാം. ചിക്കൻ വേവിച്ച് ഇതുപോലെ റെഡിയാക്കി വെക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്. ഒരു ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ. ഉള്ളി റെഡിയായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല മാത്രം കേട്ടോ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വീട്ടിൽ പൊടിച്ച ഗരം മസാല. ഇതിൽ കുരുമുളക് ഉള്ളതുകൊണ്ട് ഞാൻ വേറെ എരിവൊന്നും ഞാൻ ചേർക്കുന്നില്ല. അത് നന്നായി മിക്സാക്കി എടുക്കാം നമുക്ക്. എന്നിട്ട് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച മാവ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെറിയ ദോശ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 3 മുട്ടയോ 4 മുട്ടയായിട്ട് എടുക്കും. ഞാൻ ഇവിടെ 4 മുട്ടയാണ് എടുത്തിക്കുന്നത്. 4 മുട്ടയും പിന്നെ അതിലേക്ക് കുറച്ച് പാലും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ മിക്സിയുടെ ഇതിലിട്ട് നന്നായി അടിച്ചെടുക്കാം. അത് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഒരു പാത്രമായിട്ട് എടുത്തിക്കണം. നിങ്ങളുടെ അടുത്ത് വലിപ്പമുള്ള പാത്രം ഉണ്ടെങ്കിൽ എടുക്കാം. അപ്പം റെഡിയാക്കി വെച്ചില്ല മുട്ടയുടെ മാവിലൊന്ന് മുക്കിയിട്ട് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിങ്ങനെ ലെയറായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ലെയറാണ് ഞാൻ ചെയ്യാൻ പോണത്. എന്നിട്ട് ഇങ്ങനെ മുക്കിയിട്ട് നമ്മൾ ആ പാത്രത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൽ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ആ മസാല ഇട്ട് കൊടുക്കുക. ഇതേപോലെ നമ്മൾക്ക് 2-3 തട്ട് അങ്ങനെ ചെയ്യാം. എൻ്റെ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ചപ്പം ചെയ്യുന്നത്. ഇനി വേറെയാണ് ചെയ്യുക. ഇതാരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ആ ലേശം മുട്ടയുടെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് സൈഡൊക്കെ നല്ല അടിപൊളിയായി കിട്ടുള്ളൂ. ചെറു തീയിൽ നമുക്ക് കുക്ക് ചെയ്തിട്ടിട്ട് എടുക്കാം. ഇതുപോലെ റെഡിയായി കിട്ടും. അപ്പം എല്ലാവരും വിചാരിക്കും ഇത് നമ്മുടെ ചട്ടിപ്പത്തിരി അല്ലേന്ന്. ആടോ, ഇത് ചട്ടിപ്പത്തിരി തന്നെയാണ്, എണ്ണയിൽ മുക്കി പൊരിക്കാത്ത ഒരു വിഭവം. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.